വളർന്ന തലമുറകളുടെ സർവൈവ് ചെയ്ത തലമുറയുടെ മക്കളാണല്ലോ നമ്മളൊക്കെ. അവിടുന്നാണ് ആ തലമുറ. നമ്മുടെ എല്ലാം ബേസിക് നേച്ചർ ഇതാണ്. നമ്മളെപ്പോഴും നമ്മൾ എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഗോത്രത്തിൽപ്പെട്ടത് അവരുടെ ഗോത്രത്തിൽപ്പെട്ടത്. അത് പല കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ ഉദാഹരണം നമ്മൾ ഭാരത് മാതാ കി ജയ് വിളിക്കത്തില്ലേ? ഇത് പാകിസ്ഥാനിലുള്ളവരെല്ലാം തോക്കുമായിട്ടാണ് നടക്കുന്നത് നമ്മളെ ഇന്ത്യക്കാരെ കൊല്ലാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ബംഗാളി എന്താ വിളിക്കുന്നത്? ബംഗാളി. പിന്നെ ഈ മുല്ലപ്പെരിയാർ പ്രശ്നം വരുമ്പോഴേ തമിഴ് വേറെയാണ്, തമിഴൻ വേറെയാണ്. ഈ തമിഴൻ നേരത്തെ നമ്മൾ വിളിച്ച കീജയിൽ പെട്ടതാ. ഇതെല്ലാം ഈ കടന്ന് താഴേക്ക് ഇത് എവിടെ വേണോ മാറാം. നിങ്ങൾ അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ ഈ ബൗണ്ടറി വയ്ക്കും. മുല്ലപ്പെരിയാർ പ്രശ്നം വരുമ്പോൾ നമ്മൾ മലയാളിട തമിഴുണ്ട മാറും. ഇത് താഴെ സ്കെയിലിൽ വരും. ഡേ നീ ഈ ഫോർട്ട് കൊച്ചി ഏരിയക്ക് കളിക്കാറായ എന്ത്? ഫോർട്ട് കൊച്ചി ഏരിയ വേറെ, അപ്പുറത്ത് എടപ്പള്ളി ഏരിയ വേറെ. ഓക്കെ, ഇതാണ് സാധനം. നമ്മളിത് അബ്സല്യൂട്ടായിട്ട് വിചാരിക്കരുത്. ഇതേ സാധനമാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ സീക്രട്ട് ഏജൻറ്റ് അന്യരാജ്യത്തിൻ്റെ ചാരനായിരിക്കും. ഓക്കെ, നിങ്ങൾ ജെയിംസ് ബോണ്ട് സിനിമയിൽ ജെയിംസ് ബോണ്ട് ആരാണ്? ജെയിംസ് ബോണ്ട് ആ രാജ്യത്തിൻ്റെ സീക്രട്ട് ഏജൻറ്റാണ്. വേറൊരു രാജ്യത്ത് പിടിക്കപ്പെട്ടാൽ പിടിച്ച് തൂക്കിക്കൊല്ലും. ചാരൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടാ. നമ്മുടേത് അവരുടേത്. നമ്മുടെ ന്യൂസ് എല്ലാം ഓതൻറ്റിക്, അവരുടേത് പ്രൊപ്പഗാൻഡ. ഓക്കെ, നമ്മളുടെ ഈ പിടിച്ചെടുക്കാൻ പോയ ആൾക്കാരെല്ലാം എക്സ്പ്ലോറേഴ്സാണ്, അവരുടെ അടുത്ത് കോൺകറേഴ്സാണ്. നമ്മളെ എക്സ്പ്ലോറേഴ്സ്, അവരെ സംബന്ധിച്ചിടത്തോളം ഇമിഗ്രൻസ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മളവർ എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ബേസിക് സെറ്റിംഗ് ആണ്. ഇത് മാറണം. നമ്മളെല്ലാം അവരെ പോലെയാണ്, നമ്മളെ മനുഷ്യരാണ് എന്ന് തിരിച്ചറിവ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിക്കണം, മാനസികമായി അധ്വാനിക്കണം. ജനാധിപത്യം, സമത്വം, ഇതൊക്കെയുള്ള വാല്യൂസ് നിങ്ങൾ അധ്വാനിച്ച് പഠിച്ചാലേ വരൂ. ഫാക്ടറി ഡീഫോൾട്ട് സെറ്റിങ്ങിൽ അത് വരില്ല. അതുകൊണ്ടാണ്